മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഏറെ നാൾ കാത്തിരുന്ന ദിവസം. സഞ്ജു സാംസൺ എന്ന അവരുടെ സ്വകാര്യ അഹങ്കാരം തകർത്താടിയ നിമിഷങ്ങൾ. ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ആഹ്ലാദത്താൽ നൃത്തം ചെയ്യിപ്പിച്ച നമ്മുടെ സ്വന്തം സഞ്ജു. ഇന്ത്യയുടെ മുൻനിര തകർന്ന് തരിപ്പണമായിട്ടും ഒട്ടും പതറാതെ എതിരാളികളുടെ ആക്രമണങ്ങളെ സധൈര്യം നേരിട്ട് വിജയക്കൊടി പാറിപ്പിച്ച സഞ്ജു. 20 ഓവർ സ്റ്റമ്പിൻ്റെ മുമ്പിലും പിമ്പിലും നിന്ന് ചങ്കുറപ്പോടെ പോരാടിയ റിയൽ സാംസൺ. വെസ്റ്റ് ഇൻഡീസ് നേടിയ 195-ന് 4 എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യയെ തുടക്കം മുതൽ തോളിലേറ്റി മുന്നേറിയ സഞ്ജു 5 വിക്കറ്റ് കയ്യിലിരിക്കെയാണ് അവസാന ഓവർ 2-ാം പന്തിൽ ബൗണ്ടറിയിലൂടെ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. 50 പന്തിൽ 97 റൺസുമായി പുറത്താകെ നിൽക്കുകയും വിക്കറ്റിന് പിന്നിൽ 2 ക്യാച്ചുമായി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത സഞ്ജു തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇതോടെ T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 6ാം തവണയും സെമിയിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. സെമി ഫൈനലിൽ കരുത്തരായ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇരു ടീമുകൾക്കും ഏറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ എതിരാളികളെ ബാറ്റിങ്ങിനേക്കായിരുന്നു. ഇന്ത്യൻ ബൗളിംഗ് ആക്രമണങ്ങളെ അതിജീവിച്ച വിൻഡീസ് ഓപ്പണർമാർ മികച്ച തുടക്കമാണ് ടീമിന് നൽകിയത്. ഇതിനിടെ ചേസിൻ്റെ അനായാസ ക്യാച്ച് മിസ് ചെയ്ത് അഭിഷേക് ശർമ്മ ഇന്ത്യൻ കാണികളെ നിരാശപ്പെടുത്തി. 9ാം ഓവറിൽ ഷായ് ഹോപ്പിനെ ബൗൾഡ് ചെയ്ത് വരുൺ ചക്രവർത്തിയാണ് ആദ്യ വിൻഡീസ് വിക്കറ്റ് വീഴ്ത്തിയത്. വന്നപാടെ കൂറ്റിനടികൾ പുറത്തെടുത്ത ഹെഡ്മേയർ സിക്സർ പറത്തി ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും അധികം സിക്സർ എന്ന റെക്കോർഡ് പാക് താരം ഫർഹാനിൽ നിന്നും സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതി. ഈ വേൾഡ് കപ്പിൽ 18 സിക്സറുകളായിരുന്നു ഫർഹാൻ നേടിയത്. 12ാം ഓവറിൽ ബുംറയെ തിരിച്ചു വിളിച്ച ക്യാപ്റ്റൻ സൂര്യയുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ ഹെഡ്മേയറെ സഞ്ജുവിൻ്റെ കയ്യിലെത്തിച്ച് 2ാം വിൻഡീസ് വിക്കറ്റും ബുംറ വീഴ്ത്തി. ഒരു പന്തിന് ശേഷം 40 റൺസ് നേടിയ ചേസിനെയും പുറത്താക്കി ബുംറ വിൻഡീസിന് ഇരട്ട പ്രഹരമാണ് ഏൽപ്പിച്ചത്. 5ാം വിക്കറ്റിൽ ഒത്തുചേർന്ന പവൽ ഹോൾഡർ സഖ്യം വമ്പനടികൾ പുറത്തെടുത്തോടെ വിൻഡീസ് സ്കോറിംഗ് അതിവേഗത്തിലായി. എന്നാൽ നിർണായകമായ 19ാം ഓവറിൽ വെറും 6 റൺസ് മാത്രം വിട്ടുകൊടുത്ത അർഷ്ദീപ് സിംഗ് വിൻഡീസിന് 200-ലധികം റൺസ് നേടാനുള്ള അവസരം നിഷേധിച്ചു. ഒടുവിൽ 195-ന് 4 എന്ന സ്കോറിൽ വിൻഡീസ് ഇന്നിംഗ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്ക് 3ാം ഓവറിൽ തന്നെ 10 റൺസുമായി അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. ഒരു ഓവറിന് ശേഷം 10 റൺസോടെ ഇഷാൻ കിഷൻ കൂടി മടങ്ങിയതോടെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം മ്ലാനമായി. എന്നാൽ 3ാം വിക്കറ്റിൽ സഞ്ജു സാംസൺ സൂര്യകുമാർ സഖ്യം മികച്ച കളി കട്ടഴിച്ചപ്പോൾ ഇന്ത്യ ട്രാക്കിലായി. 26 പന്തിൽ നിന്നും 50 നേടിയ സഞ്ജു തന്നിൽ ടീം അർപ്പിച്ച വിശ്വാസത്തോട് നീതി പുലർത്തുകയായിരുന്നു. എന്നാൽ 11ാം ഓവറിൽ സൂര്യകുമാർ യാദവ് 18 റൺസ് മാത്രം എടുത്ത് മടങ്ങിയത് ഇന്ത്യക്ക് ആശങ്കയ്ക്ക് കാരണമായി. തുടർന്നെത്തിയ തിലക് വർമ്മ സഞ്ജു സഖ്യം അനായാസം റൺസ് കണ്ടെത്തിയതോടെ ഇന്ത്യ പതിയെ വിജയത്തിലേക്ക് അടുത്തു. 15ാം ഓവറിൽ ബൗണ്ടറി നേടാനുള്ള ശ്രമത്തിനിടയിൽ 27 റൺസ് നേടിയ തിലക് വർമ്മയുടെ വിക്കറ്റ് വീണു. പിന്നാലെ എത്തിയ പാണ്ഡ്യയും സഞ്ജുവിന് പിന്തുണ നൽകിയതോടെ അവസാന 2 ഓവറിൽ 17 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തി. എന്നാൽ 19ാം ഓവറിൽ പാണ്ഡ്യ 17 റൺസുമായി ഷമാർ ജോസഫിന് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങുകയായിരുന്നു. തുടർന്നെത്തിയ ശിവൻ ദുബെ അതേ ഓവറിൽ 2 ബൗണ്ടറി അടിച്ച് ഇന്ത്യക്ക് മത്സരത്തിൽ ആധിപത്യം നേടിക്കൊടുത്തു. 7 റൺസ് വിജയിക്കാൻ വേണ്ട അവസാന ഓവർ ആദ്യ പന്തിൽ തന്നെ സിക്സർ പായിച്ചു സഞ്ജു വീണ്ടും ആരാധകരെ ആവേശത്തിലാക്കി. 2ാം പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ ബൗണ്ടറി നേടി സഞ്ജു ഇന്ത്യയെ ചരിത്ര വിജയത്തിലൂടെ സെമി ഫൈനലിലേക്ക് നയിച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.